എനിക്കുണ്ടായിരുന്ന മിക്ക വഴക്കുകളും തന്നെ എൻ്റെ സ്വാർത്ഥത കൊണ്ടും അല്ലെങ്കിൽ ഞാനുണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതിനെല്ലാം ആധാരം ചില ഭയങ്ങളാണ്, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഉണ്ടായ ചില മിഥ്യാധാരണകളിലൂടെയൊക്കെയാണ് ഞാൻ മറ്റുള്ളവരുടെ മേലേക്ക് കുതിര കയറാനൊക്കെ ആയിട്ട് ശ്രമിച്ചിരുന്നത്. എൻ്റെ വിചാരം, ഞാൻ ഈ അഡ്മിനിസ്ട്രേറ്ററൊക്കെ ജോലിയൊക്കെ ചെയ്ത് അപ്പം നമ്മൾ നടക്കുമ്പോൾ മുന്തിയ കാറിലൊക്കെയാണ് നടക്കുന്നത്. അപ്പം എൻ്റെ വിചാരം എല്ലാം ഈ ലോകം മുഴുവൻ നടക്കുന്നത് എൻ്റെ കൈക്കുമ്പിളിലാണ് എന്നുള്ളൊരു ധാരണ, പ്രത്യേകിച്ച് എൻ്റെ സ്വന്തക്കാരുടെ ഇടയിൽ, അല്ലെങ്കിൽ കോളേജിൽ, ഞാൻ അങ്ങനെ ഒരു ലോകം മുഴുവൻ എൻ്റെ കയ്യിലൂടെ കറങ്ങുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും പ്രവൃത്തികളും ഒക്കെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായിരുന്നു എൻ്റെ എല്ലാ തീരുമാനങ്ങളും. ഞാൻ എന്നുള്ളതായിരുന്നു എൻ്റെ മുദ്രാവാക്യം തന്നെ. അപ്പോൾ ആൽക്കോളിക്സ് അനോണിമസിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഞാൻ തന്നെ സൃഷ്ടിച്ചതാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഒരു പ്രശ്നവും മറ്റുള്ളവരുണ്ടാക്കിയതല്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ആ പ്രശ്നത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തത് എൻ്റെ സംസാരവും എൻ്റെ പ്രവൃത്തികളും മൂലമാണ്. എന്നിൽ നിന്ന് തന്നെയാണ് അത് വന്നത്. ബുക്കിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്, പന്തുരുട്ടാൻ തുടങ്ങിയത് നിങ്ങളാണല്ലോ എന്ന്. സത്യത്തിൽ അത് തന്നെയാണ്. ഒരു കളി തുടങ്ങാനായിട്ട് പന്ത് ഉരുട്ടണം. ഇപ്പോൾ ഫുട്ബോളിലൊക്കെ ആദ്യം പന്ത് ഉരുട്ടുന്ന ആളാണല്ലോ കളി തുടങ്ങുക. അപ്പോൾ ഏത് കളിയാണെങ്കിലും തുടങ്ങി വയ്ക്കുന്നത് ഞാനാകും. അങ്ങനെ ഈ വല്ലാത്തൊരു അമിത മദ്യാസക്തിനുണ്ടാകേണ്ട ആ സ്വാർത്ഥതയുടെ എല്ലാ പാരമ്യത്തിലും ഞാൻ നിന്നിരുന്നു. ആണ് ആ സ്വാർത്ഥതയിൽ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ട് നിസ്വാർത്ഥപരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് എനിക്ക് എന്നെ പ്രേരിപ്പിക്കുന്നത്. പലപ്പോഴും സ്വാർത്ഥത കടന്നു വരുമ്പോഴും വീണ്ടും നിസ്വാർത്ഥനായിട്ട് ഇരിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നതും ആൽക്കോളിക്സ് അനോണിമസിലെ അംഗങ്ങളായ നിങ്ങളുടെയൊക്കെ ഷെയറിങ്ങും, പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമും എൻ്റെ സ്പോൺസറും ഒക്കെയാണ് അതിനെന്നെ സഹായിക്കുന്നത്. അപ്പോൾ സ്വാർത്ഥത ഉപേക്ഷിച്ചാൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. എൻ്റെ മോചനം സാധ്യമാകണമെങ്കിൽ ഈ പരിപൂർണമായിട്ട് ഈ സ്വാർത്ഥതയിൽ നിന്ന് മോചിതനാകണം. എങ്കിൽ മാത്രമേ മറ്റ് ധാർമ്മികമായ തത്വങ്ങളോടുള്ളൊരു കൂറ് പുലർത്താനായിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ പണ്ടൊക്കെ ഞാനങ്ങനെ ചിന്തിച്ചിരുന്നു, ധാർമ്മികമായിട്ടൊക്കെ ജീവിക്കണമെന്നൊക്കെ ചിന്തിച്ചിരുന്നെങ്കിലും മദ്യം കടന്നു വന്നതോടുകൂടി അധാർമികമായി ചിന്തിക്കുകയും സ്വാർത്ഥതയാൽ ജീവിതം മുങ്ങുകയൊക്കെ ചെയ്തു. പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോൾ ധാർമ്മികമായി ജീവിക്കണമെന്നും ഒരു ധാർമ്മിക തത്വങ്ങളിലൂന്നി എൻ്റെ ജീവിതം കൊണ്ടുപോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഈ 12 പടികൾ ചെയ്യാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. ഇപ്പോൾ തന്നിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടുള്ളൊരു ജീവിതം, അതിൽ തന്നെ മാത്രം ആശ്രയിച്ചു കൊണ്ടുള്ളൊരു ജീവിതം, ഒരു ഉയർന്ന ശക്തിയെ ആശ്രയിക്കാനായിട്ട് എനിക്ക് കഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ ആൽക്കോളിക്സ് അനോണിമസിലെ 1-ാം പടി എനിക്ക് പ്രേരണ നൽകുന്നത്, എനിക്ക് പവർലെസ്നെസ് ഉണ്ട്, എൻ്റെ ജീവിതം അൺമാനേജബിളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഉന്നത ശക്തിയെ അല്ലെങ്കിൽ ഒരു ഹയർ പവറിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞു തരുന്നത്. നമ്മുടെ പുസ്തകത്തിൽ 3 ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതായത് ഫ്ലോറിഡയിലെ ഒരു റിട്ടയർഡ് ആയിട്ടുള്ളൊരു ബിസിനസ്മാന് അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരന് ഒന്നും ചെയ്യാതെ അയാളിങ്ങനെ വിളിച്ചു പറയുകയാണ്. ഒരു വിൻ്റർ സമയത്ത് ആകാശത്ത് വന്ന സൺഷൈൻ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ സൂര്യപ്രകാശം കണ്ടുകൊണ്ട് നെടുവീർപ്പെട്ടുകൊണ്ട് അയാൾ ഈ നമ്മുടെ ഫ്ലോറിഡ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ സാഡ് സ്റ്റേറ്റ്, മോശം അവസ്ഥയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, ഒരു പുരോഹിതൻ തൻ്റെ 20-ാം നൂറ്റാണ്ടിലുണ്ടാകുന്ന പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. മറ്റൊരാൾ പൊളിറ്റീഷ്യനാണ്. അയാൾക്ക് മുന്നിൽ നിൽക്കുന്ന ലോകം ഉട്ടോപ്യ പോലെയാകും, അല്ലെങ്കിൽ ഒരു സാങ്കല്പിക ലോകമാണ് അത് ഉട്ടോപ്യ എന്ന് പറഞ്ഞാൽ, അതുപോലെ ആകും അയാളെപ്പോലെ മറ്റുള്ളവരും പെരുമാറിയാൽ എന്നുള്ളതാണ്. അപ്പം 3 ഉദാഹരണങ്ങളാണ് അവിടെ ഈ സെൽഫിഷ്നെസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ സെൽഫ് സെൻറ്റേർഡിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് നമുക്ക് ആൽക്കോളിക്സ് അനോണിമസ് തന്നിരിക്കുന്നത്. 3-ാം പടിയിൽ പ്രാർത്ഥനയിൽ ആദ്യ വരി ഇത് തന്നെയാണ്.
ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ പ്രവർത്തിപ്പിക്കുന്നതിനും എന്നെ സൃഷ്ടിച്ചെടുക്കുന്നതിനും വേണ്ടി ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്വാർത്ഥത്തിൻ്റെ കെട്ടുപാടിൽ നിന്ന് എനിക്ക് മോചനം തരിക. അങ്ങനെയായാൽ അങ്ങയുടെ ഇംഗിതം ഞാൻ ഭംഗിയായി നിറവേറ്റും. എൻ്റെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുക. അങ്ങനെയായാൽ അങ്ങയുടെ ശക്തിയും സ്നേഹവും അങ്ങയുടെ ജീവിത മാർഗദർശനവും മൂലം എനിക്ക് സഹായിക്കുവാൻ കഴിയുന്നവർ ഞാൻ പ്രയാസങ്ങളുടെ മേൽ വിജയം കൈവരിക്കുന്നതിന് സാക്ഷ്യം വഹിക്കും. ഞാനെപ്പോഴും അങ്ങയുടെ ആഗ്രഹം നിർവഹിക്കാൻ ഇടവരട്ടെ. അപ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ വേ ഓഫ് ലൈഫ് നയിക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് ആണ് ഒന്നാം പടി നമുക്ക് തരുന്നത്. ഒന്നാം പടിയാണ് ഫൗണ്ടേഷൻ സ്റ്റോൺ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു കവാടം സൃഷ്ടിക്കാൻ പോവുകയാണ്.